ഏറ്റവും വിഡ്ഢികളായ ഒരു ജനത ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം വരിക. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കോത്താഴത്തുകാരൻ മണ്ടന്മാരാന്ന് പറയുന്നത്. നീ ഏത് കോത്താഴത്തുകാരനാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വിഡ്ഢികളായ ജനത ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, മലയാളികൾ. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, മുല്ലപ്പെരിയാർ ഡാം. 50 വർഷത്തെ ആയുസിന് പണിത് വെച്ച ഒരു ഡാം 126 കൊല്ലമായി. അത് പൊട്ടിയില്ല എന്നതുകൊണ്ട് വീണ്ടും അത് നിലനിർത്തുക, കുഴപ്പമൊന്നുമില്ല, ഇരിക്കട്ടെ. നിങ്ങൾക്കറിയാം, ഈ ഒരു മല, ഈ ചെറിയൊരു മല ഉരുളുപൊട്ടി 1000 അടിയോ മറ്റോ പൊക്കമുള്ളൂ പരമാവധി. ആ ചെറിയൊരു മലയിൽ ഉരുളുപൊട്ടിയപ്പോൾ ഉണ്ടായ ദുരന്തമാണ് നമ്മളിപ്പോൾ കണ്ടത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എന്ന് പറഞ്ഞാൽ അതൊരു സാധ്യതയല്ല, പൊട്ടും. കാരണം പൊട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത് വേറൊരു ഓപ്ഷൻ ഇല്ല. 50 വർഷത്തെ ആയുസ് പറഞ്ഞ് പണിത ഒരു ഡാം 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിഞ്ഞ് 80 കഴിഞ്ഞ് 100 കഴിഞ്ഞ് 120 കഴിഞ്ഞ് 126 വർഷം നിൽക്കുമ്പോൾ അത് ഇനി പൊട്ടുക എന്നുള്ള മറ്റൊരു ഓപ്ഷൻ ഇല്ല. വേറെ പൊട്ടുക എന്നുള്ള ഒറ്റ ഓപ്ഷനുള്ളൂ, പൊട്ടിയിരിക്കും. അത് പൊട്ടില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് അതിന്റെ കീഴിൽ നിർഭയം കടന്നുറങ്ങുന്ന മലയാളികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ. വേറൊരു കാരണമില്ല, ചുമ്മാ ഒരു വിശ്വാസം അതല്ലേ എല്ലാം. ശരിയാണ്, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. സൈക്കിൾ ബ്രാൻഡ് അഗർബത്തികൾ. ഇപ്പം നോക്ക, വയനാട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങിയവരാണ്. ആ മല ഇടിഞ്ഞൊരു ചെറിയ മല ഇടിഞ്ഞ് ഇങ്ങോട്ട് പോന്നപ്പം ഉണ്ടായ സംഭവം കണ്ടോ? ശവം പെറുക്കാൻ ആളുകള്. പക്ഷെ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ശവം പെറുക്കാനൊന്നും ആരും കാണുമെന്ന് വിചാരിക്കണ്ട. ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ആരാണ് പിന്നെ പെറുക്കാൻ വരുന്നത്? പിന്നെ ഇന്ത്യൻ ആർമി, കേരളത്തിന് പുറത്തുള്ള ആർമി കേന്ദ്രത്തിൽ നിന്ന് അവർ വന്ന് പെറുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതുപോലെ ഒരു ചെറിയ പ്രദേശത്തെ എല്ലാവർക്കും അത് ബാധിക്കുന്നത്. വലിയൊരു ഭൂപ്രദേശത്തെ ബാധിക്കും. 4-5 ജില്ലകൾ നിറയെ ചെളിയും ശവവും നിറഞ്ഞു കിടക്കുമ്പോൾ ആ ശവങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ ഒരു സൈന്യത്തിനും സാധിക്കില്ല. ഇന്ത്യൻ സൈന്യത്തിനെന്നല്ല, ചൈനീസ് സൈന്യത്തിനും സാധിക്കില്ല. പിന്നെ അങ്ങനെ ശവം പെറുക്കി കൂട്ടിയിട്ട് എന്താ? ക്ലെയിം ചെയ്യാനോ ലമെന്റ് ചെയ്യാനോ ഒന്നും ബന്ധുക്കളൊന്നും അവശേഷിക്കത്തൊന്നും. പിന്നെ വിദേശത്തു നിന്നുള്ളവരൊക്കെ വന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി മുഴുവൻ ഒരു ചെളി കൊണ്ടുള്ള പുതപ്പായിരിക്കും. അനേക അടി ഉയരത്തിൽ ചെളി മൂടി കിടക്കും. ആ ചെളിക്കടയിൽ പൊതഞ്ഞ് അനേകായിരങ്ങളല്ല, ലക്ഷക്കണക്കിന് ശവങ്ങളും കിടക്കും. അതൊരു പൊതു ശ്മശാനമായി പ്രഖ്യാപിക്കാൻ മാത്രമേ പിന്നെ പറ്റുള്ളൂ. മൊത്തത്തിലൊരു ശ്മശാനം. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ എല്ലാം കൂടെ കോമൺ ആയിട്ടുള്ള ഒരു സെമിത്തേരി. ഞാനിത് പറയുമ്പോൾ നിങ്ങളോർക്ക് എനിക്ക് എന്തോ കുഴപ്പമുണ്ടാകും. പക്ഷേ ദിസ് ഇസ് റിയാലിറ്റി. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് നൽകുന്ന പാഠമാണ്. പ്രകൃതി നമുക്ക് നൽകുന്ന പാഠം, സൂചന. ചെറിയ സംഭവം. യേശുക്രിസ്തുവിന്റെ കാലത്ത് 18 പേര്